നമ്മളുടെ SSLCൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബയോളജിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ചാപ്റ്ററിൻ്റെ കണ്ടന്റ് കൂടിയിട്ടുണ്ട്, ചാപ്റ്ററിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ, ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ടാകും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പാർട്ട് 1 ഭാഗം മാത്രമേ ഇപ്പോൾ നിങ്ങൾക്ക് ഇറങ്ങിയിട്ടുണ്ടാവുള്ളൂ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലേ, ഇതേപോലെ നിങ്ങൾക്ക് ഒരു പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് 3 ചാപ്റ്റേഴ്സ് ആണുള്ളത്. സാധാരണ നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 ചാപ്റ്റേഴ്സ് കാണാമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ് 3 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അപ്പോൾ 3 ചാപ്റ്റേഴ്സ് അല്ലേ നമ്മൾ സന്തോഷിക്കാനിരിക്കട്ടെ. കാരണം ഇതിൻ്റെ കണ്ടന്റിൽ വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ജെനറ്റിക്സ് ഓഫ് ലൈഫ് ആണ് 1ാമത്തെ ചാപ്റ്റർ, ആൻഡ് പാർട്സ് ഓഫ് എവല്യൂഷൻ 2ാമത്തെ ചാപ്റ്റർ, ആൻഡ് ബിഹൈൻഡ് സെൻസേഷൻ 3ാമത്തെ ചാപ്റ്റർ. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ 2 ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി കഴിഞ്ഞ വർഷങ്ങളിലുള്ള പഴയ ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റിലുണ്ടായിരുന്ന ചാപ്റ്റർ ആയിരുന്നു. ഇത് നമ്മളുടെ 6ാമത്തെ ചാപ്റ്ററിൽ ഉണ്ടായിരുന്നതും ആൻഡ് പാർട്സ് ഓഫ് എവല്യൂഷൻ 8ാമത്തെ ചാപ്റ്റർ ആയിരുന്നു. നമുക്ക് കഴിഞ്ഞ വർഷം 8 ചാപ്റ്റേഴ്സ് ആയിരുന്നു. ഫസ്റ്റ് ടേമിൽ 4, സെക്കൻഡ് ടേമിൽ 4. അപ്പോൾ ഇവിടെ ആ ലാസ്റ്റത്തെ 2 ചാപ്റ്റേഴ്സ് ആണ് ഇവിടെ ഫസ്റ്റിൽ കൊണ്ടുപോയിട്ടുള്ളത്. ആൻഡ് ഇതിൽ തന്നെ പറയാനാണെങ്കിൽ ഈ ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം അൺട്രാവലിംഗ് ജെനറ്റിക് മിസ്റ്ററീസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു. DNA, RNA, നമ്മുടെ പാരമ്പര്യ സ്വഭാവങ്ങൾക്ക് കാരണം, അതൊക്കെ പറയുന്നൊരു ചാപ്റ്റർ ആയിരുന്നു. പക്ഷേ ഈ തവണ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചധികം കണ്ടന്റ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഈ ചാപ്റ്റർ നമ്മൾ ഏറ്റവും സിമ്പിൾ ചാപ്റ്ററാണ്, കുറച്ച് മാർക്കിനെ ക്വസ്റ്റ്യൻ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞൊരു ചാപ്റ്റർ ആയത് ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടന്റ് വളരെയധികം കൂടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൂടെ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിറയെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഓരോ സ്ഥലങ്ങളിലും ഇവരെന്താണ് അതിന് ആൻസർ ഒന്നും പറയാതെ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ആണ് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ കുറേ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, അതിന് ഇവാലുവേഷൻ ആവശ്യമില്ല, പക്ഷേ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് കൂട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ സാധാരണ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇങ്ങനെ കുറേ എക്സ്ട്രാ ബോക്സുകളൊക്കെ നിങ്ങൾക്ക് ഒരു അഡീഷണൽ ഇൻഫോർമേഷൻ ഇവാലുവേഷൻ ആവശ്യമില്ല എന്നുള്ള രീതിയിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തതെല്ലാം തന്നെ എന്താണ് കുറേ ബോക്സുകളിൽ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പോലെ. ഇതേപോലെ ഇങ്ങനെ കുറേ ഡൗട്ടുകളായിട്ട് ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് എന്ത് വെച്ചിരിക്കുന്നത്, നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ്, ഒരു ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങളുടെ പുതിയത്. ഓക്കെ, നിങ്ങളുടെ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ, മാറിയ ടെക്സ്റ്റ് ബുക്ക്, അതേപോലെ തന്നെ. ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ DNA കുറിച്ചും RNA കുറിച്ചും ഒക്കെ ഉള്ള കണ്ടന്റ് ഒക്കെ കഴിഞ്ഞ വർഷത്തെ അൺട്രാവലിംഗ് ജെനറ്റിക് മിസ്റ്ററീസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ സെയിം കണ്ടന്റ് ആണ്. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ജീൻ എന്താണെന്നുള്ളതും അതേപോലെ തന്നെ നമ്മുടെ ഇൻഹെറിറ്റൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ, അതായത് നമ്മളെ +2 നിങ്ങൾ പഠിക്കുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ കുറച്ച് ടൈപ്പ് ഓഫ് കാര്യങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു RNAകളൊക്കെ സെപ്പറേറ്റ് പിക്ചർ വൈസ് തന്നെ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷം ഉള്ളതാണെങ്കിൽ കൂടെ കുറച്ച് എക്സ്ട്രാ കണ്ടന്റ് പോലെ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മെൻ്റൽ ഇൻഹെറിറ്റൻസിലേക്ക് വരുന്ന സമയത്താണ് നിങ്ങൾക്ക് കുറേ എക്സ്ട്രാ കാര്യങ്ങൾ ഇവിടെ ഉള്ളത്. അതായത് ഇപ്പോൾ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ്, മൾട്ടിപ്പിൾ എല്ലിസം എന്ന് പറയുന്ന ഒരു കാര്യം, നമ്മുടെ കളർ ഡിഫറൻസിന് കാരണം എന്ത് ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്, ചിലത് വേറെ തന്നെ ടൈപ്പ് അല്ലേ, നമ്മൾ പറയുന്നതിൽ നിന്നുള്ള വേരിയേഷൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട്. ഓക്കെ, സാധാരണ ഒരു കുഞ്ഞ് ചാപ്റ്റർ എന്ന് പറയുന്നതിൽ നിന്ന് ഇതിപ്പോൾ എന്താണ് കുറച്ചൊരു വലിയ ചാപ്റ്ററിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നല്ല കളർഫുള്ളാക്കി കൊടുത്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്കൊക്കെ തന്നെയാണ്, പക്ഷേ നിങ്ങൾ കാര്യങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ എക്സ്ട്രാ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ 2ാമത്തെ ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് പാർട്സ് ഓഫ് എവല്യൂഷൻ എന്നാണ് നിങ്ങളുടെ 2ാമത്തെ ചാപ്റ്ററിൻ്റെ പേര്. ആ 2ാമത്തെ ചാപ്റ്ററിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് ആക്ച്വലി ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതിൽ 8ാമത്തെ ചാപ്റ്റർ ആയിരുന്നു. ആ 8ാമത്തെ ചാപ്റ്ററിലുള്ള കുറേ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അവരിതിനകത്ത് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ 1ാമത്തെ ചാപ്റ്റർ ഉണ്ടായിരുന്നു സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ്, ആ ചാപ്റ്ററും കൂടി ഇതിനകത്തിട്ടു. ഈ പാർട്സ് ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിനകത്ത് തന്നെ നമ്മുടെ ന്യൂറോൺ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ബ്രെയിന്, അതെല്ലാം തന്നെ ഈ ഒരു ചാപ്റ്ററിലേക്ക് കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ഓക്കെ, അതായത് 1ാമത്തെ ചാപ്റ്ററും 8ാമത്തെ ചാപ്റ്ററും കൂടി കഴിഞ്ഞ വർഷത്തെ ചാപ്റ്റർ കമ്പൈൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് 2ാമത്തെ ചാപ്റ്റർ ആയത്. അപ്പോൾ ചാപ്റ്ററിൻ്റെ എണ്ണം മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ, കണ്ടന്റ് അവിടെ തന്നെ ഉണ്ട്. ഇനി നമ്മൾ 3ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വർഷം വിൻഡോസ് ഓഫ് നോളേജ്, അറിവിൻ്റെ വാതായനങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഇത്തവണ പേര് മാറ്റിയിട്ട് ബിഹൈൻഡ് സെൻസേഷൻ എന്നാക്കിയതേ ഉള്ളൂ. ആ കണ്ടന്റ് സെയിം തന്നെയാണ്. 6ാമത്തെ ചാപ്റ്ററിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളില്ല, കുറച്ചധികം പിക്ചേഴ്സും കാര്യങ്ങളും പിന്നെ ബ്രെയിനിൻ്റെ തന്നെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കാര്യമായ വ്യത്യാസമുള്ളത് 2ാമത്തെ ചാപ്റ്ററിലാണ്. കണ്ടന്റ് 2 ചാപ്റ്ററിനുള്ളത് മിക്സ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് എന്താണ്
കുറച്ചധികം കണ്ടന്റ് വന്നിട്ടുണ്ട്. മൂന്നാമത്തെ ചാപ്റ്ററിൽ വലിയ വ്യത്യാസങ്ങളില്ല. കഴിഞ്ഞ വർഷത്തെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് മാറ്റിയിട്ടതുപോലെയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പക്ഷേ ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് +1 +2ലേക്ക് വരുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആവുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ബേസിക്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറേ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് കൂട്ടാൻ വേണ്ടിയിട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിൻ്റെയും കാര്യങ്ങളുടെ ഒക്കെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ആൻസർ എവിടെ കിട്ടും? ഇതിപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്ലാസ്സുകളൊന്നും നമുക്ക് യൂട്യൂബിലും അവൈലബിൾ ആയിരിക്കില്ല. പക്ഷേ ഈ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ സ്ഥലങ്ങളിലും ചോദിച്ചിട്ടുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ അഡീഷണൽ ആയിട്ട് ഇങ്ങനെ വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതായിരുന്നു. ഇതേപോലെ ഇങ്ങനെ വർക്ക്ഷീറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, എക്സ്ട്രാ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ആൻസേഴ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ എവിടെ നിന്ന് കിട്ടുന്നുണ്ടാവും എന്ന് അറിയുന്നുണ്ടാവില്ല. പക്ഷേ നമ്മുടെ എക്സാം വിന്നറിൻ്റെ ലക്ഷ്യ ബാച്ചിൻ്റെ കൂടെ നിങ്ങൾക്കറിയാം ഈ റിവൈസ്ഡ് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ എക്സാം വിന്നറിൻ്റെ തന്നെ ഗൈഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആ ഗൈഡിനകത്ത് ഈ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് ഉണ്ടാവും. അത് നിങ്ങൾ എവിടെയും പോയിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്നില്ല. കാരണം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ല മക്കളെ. നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങളുടെ 9ാം ക്ലാസ്സിൻ്റെ എക്സാമൊക്കെ എഴുതിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എല്ലാ ഭാഗത്തും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇനി നിങ്ങളെ സീനിയേഴ്സിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ഭാഗത്തു നിന്നും ചോദ്യം വന്നിട്ടുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാത്ത ഭാഗത്തു നിന്ന് വരെ. ഓക്കെ, ഓരോ ലൈനിൽ നിന്നാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ചോദ്യങ്ങളൊന്നും വെറുതെ നിങ്ങൾക്ക് ഹോംവർക്കിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വെറുതെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് എഴുതാനുള്ളതല്ല. ശരിക്കും നിങ്ങളുടെ എക്സാമിന് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അതിൻ്റെയൊക്കെ ആൻസേഴ്സ് നമ്മുടെ എക്സാമിനറിൻ്റെ ബുക്ക് സെറ്റിൽ നിങ്ങൾക്ക് ഉണ്ടാകും. അത് മാത്രമല്ല നമ്മുടെ എക്സാമിനറിൻ്റെ ലൈവ് ക്ലാസ്സിൽ, നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നമ്മൾ ലൈവായിട്ടാണ് എടുക്കുക. ആ ലൈവ് ക്ലാസ്സിലും നമ്മൾ പഠിപ്പിക്കുന്നുണ്ടാകും. അപ്പോൾ എൻ്റെ മക്കൾ അയ്യോ ടെക്സ്റ്റ് ബുക്ക് മാറി, കണ്ടന്റ് മാറി, കുറേ കണ്ടന്റ് ഉണ്ട്, പുതിയ കാര്യങ്ങളുണ്ട്, ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് എവിടെ നിന്ന് കിട്ടും എന്ന് ആലോചിച്ച് ഒന്നും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ ഇതുവരെ നമ്മുടെ എക്സാമിനറിൻ്റെ ലക്ഷ്യ ബാച്ചിൽ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ അഡ്മിഷൻ എടുത്തോളൂ. കാരണം നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ എത്രയും നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ മക്കൾക്ക് താല്പര്യമുള്ള മക്കളാണെങ്കിൽ വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക. കാരണം April 21 നമ്മളുടെ എക്സാമിനറിൻ്റെ ലക്ഷ്യ ബാച്ചിൻ്റെ ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകളാണ്, അത് മിസ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകും. താല്പര്യമുള്ള മക്കളാണ് ഇതുവരെ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. അടിച്ചു പൊളിച്ച് തന്നെ നമുക്ക് നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ പഠിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്.